എന്റെ യുക്തിക്ക് യോജിക്കുന്നത് മുഹമ്മദ് നബി പറഞ്ഞതിൽ വല്ലതുമുണ്ടെങ്കിൽ ഞാൻ അംഗീകരിച്ചോളാം, ഖുർആനിൽ വല്ലതുമുണ്ടെങ്കിൽ ഞാൻ അംഗീകരിച്ചോളാം. അതല്ല എന്റെ യുക്തിക്ക് യോജിക്കാത്തത്, എനിക്കൊരിക്കലും ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്തത് ഖുർആനിലുണ്ടെങ്കിലും ഞാൻ അതിനെ അന്യഥാ വ്യാഖ്യാനിച്ച് വഴിമാറ്റിക്കളയുമെന്നോ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ എന്റെ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കാത്തത് വല്ലതുമുണ്ടെങ്കിൽ ഞാൻ അതിനെ ആര് റിപ്പോർട്ട് ചെയ്ത് എത്ര സഹിഹാണെങ്കിലും വിരോധമില്ല, ഞാൻ അതിനെ തള്ളിക്കളയും എന്നുള്ളതാണോ ഒരാളുടെ നയം എന്ന് തീരുമാനിക്കാൻ മാനദണ്ഡമായി വിശ്വാസികളെ? ഇതാണ് വിശ്വാസികൾക്കുള്ള മാതൃക. വിശ്വാസികൾക്കുള്ള മാതൃക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയാണ്. എന്തേ അദ്ദേഹം ചോദിച്ചുള്ളൂ, കേസ് പറഞ്ഞു വന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു എന്നുറപ്പുണ്ടോ? അതേ വിശ്വാസികളും അന്വേഷിക്കേണ്ടതുള്ളൂ. വിശുദ്ധ ഖുർആനിലാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലാവട്ടെ, ഏത് കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചാലും അതുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അതുണ്ടോ ഇല്ലേ എന്ന് സ്ഥിരപ്പെടുത്തലേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് 100% തലകുലുക്കി സമ്മതിക്കണം. അതല്ലാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് മീറ്റിംഗ് കൂടട്ടെ, എന്റെ ബുദ്ധിക്ക് യോജിക്കുമോ എന്ന് ഞാനൊന്ന് അംഗീകരിക്കട്ടെ, അതല്ലെങ്കിൽ ശാസ്ത്രലോകം അതിനെക്കുറിച്ച് എന്തു പറയുന്നു, അതും ഇതുമായി പൊരുത്തപ്പെടുമോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്നൊന്നുമുള്ള വർത്തമാനം ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീക്കോ ഇല്ല.